ആണ്. ഏതാണ് അധ്യായം? ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യൻ ഭരണഘടന. അതായത് അവൻ ഇന്ത്യയിൽ താമസിക്കുമ്പോഴുള്ള നിയമങ്ങളും കടമകളും എല്ലാം ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടുന്നത് ഭരണഘടനയുടെ ആമുഖമാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുന്നത്. ആമുഖത്തിൽ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. എങ്ങനെ? ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. അതോടൊപ്പം ചില സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. അവ ഏതൊക്കെയായിരിക്കും? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, അതുപോലെ ഒരു പൗരൻ ലഭിക്കേണ്ട അവകാശം, അതായത് മൗലികാവകാശങ്ങളുണ്ട്, അത് നിർഭയമായിട്ട് ഒരു വ്യക്തിക്ക് ഇവിടെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം എന്നിവയെല്ലാം ഉണ്ട്. ആമുഖത്തിൽ വിഭാവനം ചെയ്ത ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ്: 1. മൗലികാവകാശങ്ങൾ, 2. നിർദ്ദേശക തത്വങ്ങൾ, 3. മൗലിക കർത്തവ്യങ്ങൾ. ആദ്യം തന്നെ നമുക്ക് എന്താണ് മൗലികാവകാശങ്ങൾ എന്ന് നോക്കാം. ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. ജനാധിപത്യ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായ അവകാശങ്ങൾ ഇന്ത്യ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇവയെ ഏറ്റവും അനിവാര്യമായവയാണ് മൗലികാവകാശങ്ങൾ എന്ന പേരിൽ നമ്മുടെ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ, അതായത് പാർട്ട് 3 എന്ന ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ചില അവകാശങ്ങൾ മൗലികാവകാശങ്ങൾ എന്നറിയപ്പെടുന്നത്? വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. അവ വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിന് അവ അത്യന്താപേക്ഷിതവുമാണ്. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങൾക്കും അവയുടെ സംരക്ഷണത്തിനും ഒരു ജനാധിപത്യ സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്ക് പല അവകാശങ്ങളും നിഷേധിച്ചിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യ സമരം ലക്ഷ്യം വെച്ചതും നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചതുമായ അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ മൗലികാവകാശങ്ങൾ തയ്യാറാക്കിയത്. അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടികയും നമ്മുടെ മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കേട്ടോ. ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യേണ്ടി വരും. അതായത് ഈ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. സമത്വത്തിനുള്ള അവകാശം, 2. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, 4. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 5. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, 6. ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. പ്രധാനപ്പെട്ട 6 മൗലികാവകാശങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഏതൊക്കെ? 1. സമത്വത്തിനുള്ള അവകാശം, 2. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, 4. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 5. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, 6. ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഇനി എന്താണ് സമത്വത്തിനുള്ള അവകാശം എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പത്രവാർത്ത പരിചയപ്പെടാം. മധ്യമപുരം ഗ്രാമത്തിലെ ജാതി മതിൽ പൊളിക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ. എന്തൊക്കെ തരത്തിലുള്ള വിവേചനങ്ങളെക്കുറിച്ചാണെന്ന് വാർത്തയിൽ പ്രതിപാദിക്കുന്നതിന് ആദ്യം തന്നെ നമുക്ക് വാർത്ത വായിക്കണം. അതിന് ഡൽഹി ഉത്തരേന്ത്യൻ ഗ്രാമമായ മധ്യമപുരത്ത് ദലിത് വിഭാഗങ്ങൾ മുന്നോക്ക ജാതിയിൽപ്പെട്ടവരുടെ താമസ സ്ഥലത്ത് പ്രവേശിക്കുന്നത് തടയാനായി നിർമ്മിച്ച മതിൽ പൊളിക്കണമെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. മധ്യമപുരത്തെ വിവേചനങ്ങൾ ജാതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. സ്ത്രീകൾക്ക് തെരുവുകളിലും ഹോട്ടലുകളിലും പ്രവേശനം നിഷേധിക്കപ്പെടുന്നതും മറ്റു ദേശത്തുള്ളവരെ നാട്ടിൽ പ്രവേശിപ്പിക്കാത്തതും ഒക്കെ നേരത്തെ തന്നെ വാർത്തയായിരുന്നു. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഏതൊക്കെ തരത്തിലുള്ള വിവേചനങ്ങളെക്കുറിച്ചാണ് ഈ വാർത്തയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? 1. ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനം,
2 സ്ത്രീ പുരുഷ അസമത്വം. 3 ജനന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം. ഇതുപോലെ നിരവധി അസമത്വങ്ങളും വിവേചനങ്ങളും നിലനിന്നിരുന്ന സമൂഹമാണ് നമ്മുടേത്. ഇങ്ങനെയുള്ള സാമൂഹിക അസമത്വങ്ങൾ അവസാനിപ്പിക്കാനും സമത്വം ഉറപ്പുവരുത്താനും വേണ്ടിയാണ് സമത്വത്തിനുള്ള അവകാശം നിലകൊള്ളുന്നത്. സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 1. നിയമത്തിനു മുന്നിൽ സമത്വം ഉറപ്പാക്കൽ. 2. ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ. 3. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. 4. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. 5. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. ഇനി നമ്മൾ ഇതിൽ ആദ്യം പഠിച്ച നിയമത്തിന് മുന്നിലുള്ള സമത്വം എങ്ങനെയാണ് നടപ്പാക്കുന്നതെന്ന് നോക്കാം. നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും സമന്മാരാണ് എന്നാണ് നിയമത്തിന് മുന്നിൽ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് നിയമത്തിന് മുന്നിൽ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും സമന്മാരാണ് എന്നാണ് നിയമത്തിന് മുന്നിൽ സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഔദ്യോഗിക പദവിയോ അധികാരങ്ങളോ എന്തുതന്നെ ആയാലും അയാൾ നിയമവ്യവസ്ഥയ്ക്ക് അതീതനല്ല. ഇനി അടുത്ത പോയിന്റാണ് ലാസ്റ്റ് നമ്മൾ പഠിച്ചത്, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കാൻ. അതെന്താ നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിച്ചിരുന്ന ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്പേരുകളും പദവികളും നൽകിയിരുന്നു. സാമ്രാജ്യത്വ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇത്തരം പദവികൾ ദുരുപയോഗം ചെയ്യുന്നതിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എതിർത്തിരുന്നു. ഇത്തരം സ്ഥാനപ്പേരുകൾ അസമത്വത്തിന് കാരണമാകുന്നതിനാൽ ഇന്ത്യൻ ഭരണഘടന സ്ഥാനപ്പേരുകൾ നിർത്തലാക്കി. എന്നാൽ സ്ത്രീകൾ, കുട്ടികൾ, പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് സമത്വത്തിനുള്ള അവകാശത്തിന് എതിരല്ല. നേരെ മറിച്ച് പ്രത്യേക പരിഗണന നൽകുന്നത് വഴി അസമത്വം ഒഴിവാക്കാനും സമത്വം സ്ഥാപിക്കാനും കഴിയും. ഇനി അടുത്ത പോയിന്റാണ് മൗലികാവകാശത്തിലെ രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെയും പ്രസംഗം കേൾക്കുന്നതിനായി ജനങ്ങൾ സമാധാനപരമായി സമ്മേളിച്ചിരിക്കുന്നതിൻ്റെയും ചിത്രമാണ് ഇത്. ഇവ രണ്ടും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അത് എന്തിനുള്ള സ്വാതന്ത്ര്യങ്ങളാണ്? 1. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. അതാണ് അംബേദ്കർ അവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അടുത്തത്, അവിടെ ജനങ്ങൾ കൂടി നിൽക്കുന്നത്. അവർ ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന ആശയമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇത് കൂടാതെ സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഏതു തൊഴിലിനും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം, 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം, ഇവയെല്ലാം ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളാണ്. ഇനി എന്താണ് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം എന്ന് നോക്കാം. ഭരണഘടന അനുസരിച്ച് നിയമാനുസൃത നടപടിയിലൂടെയല്ലാതെ ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യമോ ഹനിക്കപ്പെടരുത്. ഈ അവകാശം അടിയന്തരാവസ്ഥ കാലത്ത് നിഷേധിക്കാൻ പാടില്ല. ഭരണാധികാരികളുടെ ഏകാധിപത്യ പ്രവണതകളെ തടയാൻ ഈ അവകാശം ജനങ്ങളെ സഹായിക്കുന്നു. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന് ഒരു ജനാധിപത്യ രാജ്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ മുകളിൽ പറഞ്ഞ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇന്ത്യയിൽ ജനാധിപത്യ സംസ്കാരത്തെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. അതേസമയം ഇവയെല്ലാം നിയന്ത്രണ വിധേയവുമാണ്. രാജ്യത്തിൻ്റെ ഐക്യത്തിനും സമാധാനാന്തരീക്ഷത്തിനും ഭീഷണി ഉണ്ടാവുന്ന തരത്തിൽ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല. നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന അവകാശമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ആദ്യം തന്നെ നമ്മളൊരു ചിത്രം കണ്ടില്ലേ? ഈ ചിത്രത്തിൽ നമുക്ക് എന്തെല്ലാം കാണാൻ കഴിഞ്ഞു? 1. തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്ന കുട്ടികളുടെ ചിത്രമാണിത്. ബാലവേല ഉൾപ്പെടെ പലതരത്തിലുള്ള ചൂഷണങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അടിമത്തത്തിന് സമാനമായ സാമ്പത്തിക ചൂഷണങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നിരോധിക്കുന്നതിനും അന്തസ്സുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതിനും വേണ്ടിയുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശം. എന്താണ് ചൂഷണത്തിനെതിരായുള്ള അവകാശം എന്നത്?
അടിമത്തം പോലുള്ള ചൂഷണങ്ങൾ നിരോധിക്കുന്നതിനും അന്തസ്സുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കുന്നതിനും വേണ്ടിയുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഈ അവകാശപ്രകാരം നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു. വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിച്ചിരിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് ജവഹർലാൽ നെഹ്റു അറിയപ്പെടുന്നത്. എന്താണ് മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. എന്നാൽ മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പുവരുത്തുന്നു. അതായത് ഇന്ത്യയിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ജൂതരും എല്ലാവരും കഴിയുന്നുണ്ട്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം താഴെ പറയുന്നവ, അതായത് നമ്മൾ ഇനി പറയാൻ പോകുന്നവ ഉറപ്പു നൽകുന്നു. 1. സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. 2. മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. 3. ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിനു വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം. അതേസമയം ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധിക്കാനോ പാടുള്ളതല്ല. ബാക്കി ഭാഗങ്ങളുമായി നമുക്ക്, അതായത് എല്ലാ അവകാശങ്ങളും കൂടി നമുക്ക് ഒറ്റ ക്ലാസ്സിൽ മനസ്സിലാവില്ല. അപ്പോൾ അടുത്ത 2 അവകാശങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേണ്ടി വരാം. അതുവരെ ബൈ.